ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക ചിത്രങ്ങൾ പകർത്തിയ പെണ്ണൊരുത്തി. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോകും മുൻപ് മുഹമ്മദ് അലി ജിന്നയുടെ മുഖഭാവങ്ങൾ പകർത്തിയ വനിത. ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും ഏറ്റവും അടുത്ത് നിന്ന് കണ്ട് കുശലം പറഞ്ഞു പടമെടുത്തവൾ. ഹോമായി വ്യാരവാല, ഇന്ത്യൻ ന്യൂസ് ഫോട്ടോഗ്രഫിയുടെ മമ്മി. ക്യാമറ കയ്യിലെടുക്കുന്ന പെണ്ണുങ്ങളെ ഇന്നും അതിശയത്തോടെ നോക്കുന്ന നാട്ടിൽ. ആ നാടിന് സ്വാതന്ത്ര്യം കിട്ടും മുൻപേ സ്വന്തം പാഷന് പിറകെ ഇറങ്ങി തിരിച്ചവളാണ് ഹോമായി. സാരി ഉടുത്താലും കുർത്ത ധരിച്ചാലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഭരണം പോലെ ക്യാമറ അവളുടെ കയ്യിലുണ്ടാകും. ലൈഫ് മാസികയിൽ അച്ചടിച്ചു വന്ന ചിത്രങ്ങളാണ് ഹോമായിക്ക് ന്യൂസ് ഫോട്ടോഗ്രഫിയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തത്. അങ്ങനെ വെറുതെ എടുക്കുന്ന ചിത്രങ്ങളായിരുന്നില്ല അവരുടേത്. ഹോമായി എടുത്ത ചിത്രങ്ങളിൽ അധികവും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക ഏടുകളായിരുന്നു. ഇന്ത്യ വിഭജനം, സ്വതന്ത്ര ഇന്ത്യ, ഗാന്ധിവധം, ചേരി ചേരാ നയം, ബന്ധും സമ്മേളനം തുടങ്ങിയ സുപ്രധാന സംഭവ വികാസങ്ങൾ പതിഞ്ഞത് ഹോമായുടെ ക്യാമറയിലായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോജനിക് ഫേസ്. ഏത് സംഘർഷ സാഹചര്യത്തിലും കയറി ചെല്ലാനുള്ള തന്റെ ഇടം ഹോമായിക്കുണ്ടായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയെ ഏറ്റവും വൈകാരികമായി പകർത്തിയ സ്ത്രീരത്നത്തെ പത്മഭൂഷൺ നൽകിയാണ് രാജ്യം ആദരിച്ചത്. 1913 ജനിച്ച് 2012 ഹോമായി ഈ ലോകം വിട്ടുപോകുന്നത്. പക്ഷേ ഹോമായിയുടെ ചിത്രങ്ങൾ ഇന്ത്യ ഉള്ളിടത്തോളം കാലം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും.